അയോധ്യയുടെ സുവർണ ദിനങ്ങൾ കടന്നുപോയി. ലങ്കയിലെ മഹായുദ്ധത്തിനു ശേഷം സമാധാനം തിരിച്ചെത്തി. വളരെ കാലം കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ ശ്രീരാമന്റെ സമയം അവസാനിക്കുകയായിരുന്നു. സ്വർഗങ്ങൾ അവന്റെ തിരിച്ചുവരവിനായി ഒരുങ്ങുകയായിരുന്നു. വിഷ്ണുവിന്റെ അവതാരം തന്റെ ദിവ്യ ദൗത്യം നിറവേറ്റിയെന്ന ദേവന്മാർക്കും ഋഷിമാർക്കും സ്വർഗീയ ജീവികൾക്കും അറിയാമായിരുന്നു. എന്നാൽ ഈ വിടവാങ്ങൽ സഹിക്കാൻ കഴിയാത്തൊരു ഹൃദയം ഉണ്ടായിരുന്നു, ഹനുമാൻ. സമുദ്രങ്ങൾ ചാടിയവൻ, ലക്ഷ്മണനെ രക്ഷിക്കാൻ ഒരു പർവ്വതം ചുമന്നവൻ, രാമനെയും സീതയെയും വെളിപ്പെടുത്താൻ ഹൃദയം തുറന്നവൻ. നിമിഷമടുക്കുമ്പോൾ അവൻ നിശബ്ദനായി നിന്നു. എന്റെ സുഹൃത്തെ, വരൂ, നമുക്ക് ഒരുമിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങാമെന്ന് ശ്രീരാമൻ ഹനുമാനെ വിളിച്ചപ്പോൾ ഹനുമാൻ കൈകൾ കൂപ്പി കുമ്പിട്ട് കടലിനേക്കാൾ ആഴത്തിൽ ഭക്തിയോടെ പറഞ്ഞു: ഹേ ഭഗവാനെ, ഞാൻ ഈ ഭൂമി വിട്ടുപോകാതിരിക്കട്ടെ. നിന്റെ നാമം ഉച്ചരിക്കുന്നിടത്തോളം, നിന്റെ മഹത്വത്തിന്റെ കഥകൾ ലോകത്ത് പ്രതിധ്വനിക്കുന്നിടത്തോളം എന്നെ ഇവിടെ തുടരാൻ അനുവദിക്കുക. ഞാൻ നിന്റെ ഭക്തരെ സേവിക്കട്ടെ, നഷ്ടപ്പെട്ടവരെ നയിക്കട്ടെ, നീതിമാന്മാരെ സംരക്ഷിക്കട്ടെ. രാമൻ പുഞ്ചിരിച്ചു. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ദിവ്യ സ്നേഹം കാലത്തിനും അപ്പുറമായിരുന്നു. അതിനാൽ തന്നെ നിത്യവചനത്തിന്റെ ശക്തിയാൽ രാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു. ധർമ്മം നിലനിൽക്കുന്നിടത്തോളം, എന്റെ നാമം ജപിക്കപ്പെടുന്നിടത്തോളം നീ ജീവിക്കും. നീ മരണമില്ലാത്തവനായിരിക്കും, വാർദ്ധക്യമില്ലാത്തവനായിരിക്കും, അമർത്യൻ, ചിരഞ്ജീവി. അന്നു മുതൽ ഹനുമാൻ മരണ നിയമങ്ങളാൽ ബന്ധിതനായില്ല. അവൻ നിത്യനായി. ഇതിഹാസങ്ങൾ പറയുന്നത് ഹനുമാൻ ഇപ്പോഴും നമുക്കിടയിൽ നടക്കുന്നുവെന്നാണ്. വനങ്ങളിലും പർവ്വതങ്ങളിലും നിർമ്മലരുടെ ഹൃദയങ്ങളിലും അവൻ ജീവിക്കുന്നു. ചിലപ്പോൾ അപകട സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു എളിമയുള്ള വൃദ്ധനായി, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കിടെ കാറ്റിന്റെ മൃദുവായ മന്ത്രണം പോലെ, ചിലപ്പോൾ ഭയന്ന ആത്മാവിന്റെ നെഞ്ചിലെ ശക്തിയായി. യുദ്ധസമയത്ത് ഒരു ഭീകരമായ രൂപം ആകാശത്തിലൂടെ ചാടുന്നത് കണ്ടതായി ഭക്തർ അവകാശപ്പെട്ടു. ക്ഷേത്രോത്സവങ്ങളിൽ ഒരു അധിക അദൃശ്യ അതിഥി എപ്പോഴും പങ്കിടുമെന്ന് സന്യാസിമാർ പറഞ്ഞിട്ടുണ്ട്. രാമനാമം ഉച്ചരിക്കുന്ന എല്ലാ വീട്ടിലും, സത്യം വസിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ഹനുമാനുണ്ട്. അദ്ദേഹം വെറുമൊരു ഓർമ്മയല്ല, പ്രതിമയല്ല. അദ്ദേഹം ഭക്തിയുടെ ശ്വാസമാണ്, ധൈര്യത്തിന്റെ ആത്മാവാണ്, ധർമ്മത്തിന്റെ കവചമാണ്. അതുകൊണ്ടാണ് ഹനുമാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ശരീരത്തിൽ മാത്രമല്ല, വിശ്വസ്തയുടെ ഓരോ പ്രവൃത്തിയിലും, സഹായത്തിന്റെ ഓരോ നിലവിളിയിലും, വിശ്വാസത്തിന്റെ ഓരോ മന്ത്രത്തിലും. ഈ ലോകത്ത് വെളിച്ചമുള്ളിടത്തോളം, ആരെങ്കിലും എവിടെയെങ്കിലും ജയ് ശ്രീറാം എന്ന് ജപിക്കുന്നിടത്തോളം ഹനുമാൻ ജീവിക്കും.